കൂടെയും സിനിമയിൽ കൂടെയും നമുക്ക് വളരെ സുപരിചിതരായ രാഹുലും കീർത്തി ഗോപിനാഥും. നമസ്കാരം. കുറേ നാളായി കണ്ടിട്ട്. ഇങ്ങനെ അങ്ങോട്ട് സിനിമയും സീരിയലൊക്കെ വേണ്ടാന്നായി? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഫാമിലിയും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. വേറെ വല്ല ജോലിയായിരുന്നെങ്കിൽ അങ്ങനെ വേണ്ടെന്ന് വെക്കും? ഇല്ല, പക്ഷെ സിനിമയല്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആണോ? പിന്നെ രണ്ടാമത്തെ മോനെ കൺസീവ് ചെയ്ത സമയത്താണ് സ്റ്റോപ്പ് ചെയ്തത്. രണ്ട് കുട്ടികൾ. കൊല്ലത്തായിരുന്നു അല്ലേ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത്? എൻ്റെ സ്ഥലം കൊല്ലം. ആണോ? കീർത്തിയുടെ സ്ഥലം എവിടെ? കോട്ടയം. കുറേ സിനിമകളും കുറേ സീരിയലും അഭിനയിച്ചു അല്ലേ? സീരിയൽസാണ് കൂടുതൽ ചെയ്തത്. ഇങ്ങനെ ഒരു പീക്കിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പോകാൻ എങ്ങനെ മനസ്സ് വരുന്നു? ഇല്ല, അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെയായിരുന്നു ഇതിലേക്ക് വന്നതും. ഒരു രസത്തിന് വേണ്ടി വന്നതാണ് അഭിനയിക്കുക? ഇല്ല, അങ്ങനെ പ്രൊഫഷൻ ആക്കാൻ ഞാൻ ഉദ്ദേശമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങ് സെറ്റിൽ ചെയ്യണം എന്ന് തന്നെയായിരുന്നു വിചാരിച്ചത് വന്നപ്പോഴേ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. കാര്യം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫാമിലിയുടെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുമല്ലോ. സോ അതിപ്പം എന്തായാലും ഇളയ മോന് 3 വയസ്സിലായിട്ടുള്ളൂ, ആവുന്നതേ ഉള്ളൂ. സോ മോനും കൂടെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ കുറച്ച് എൻഗേജ്ഡ് ആവാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ടീച്ചിങ് പ്രൊഫഷൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ആക്ട് ചെയ്യാൻ ഇനിയും വരാൻ സാധ്യതയുണ്ടോ? ആക്ടിങ് അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. ആക്ടിങ്ങിനെ കുറിച്ച് ഇഷ്ടമല്ലേ? ഇതെല്ലാം ആണുങ്ങൾ പറയണത്. ഇല്ല, ഇപ്പം ആക്ച്വലി കുറേ ഓഫേഴ്സ് ഇതിനിടയ്ക്ക് വന്നിരുന്നു. ശേഷം ഒരുപാട് ഓഫീസ് വന്നിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഇതിനായിട്ട് ഫീൽഡിലുള്ള ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും എല്ലാം വിളിച്ചിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഫോൺ ഡയറക്റ്റ് കൊടുക്കുകയും ചെയ്തു. നമ്മൾ കൂടുതലും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് വിളിക്കുന്നത്. ഡയറക്റ്റൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാനായിട്ടൊന്നും പറയില്ല, ഫോൺ കൊടുത്ത് നേരിട്ട് സംസാരിക്കത്തോ പറയുമ്പോൾ. അപ്പോൾ അതിനേക്കാൾ വലിയ യുദ്ധം വീട്ടിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആക്ച്വലി 24 hours ഇപ്പോൾ തികയുന്നില്ല. ആ ഒരു സ്റ്റേജാണ് ഇപ്പം. കാര്യം കുട്ടികൾ തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. മോനിപ്പം 6th ഡിഫറൻസ് ഉണ്ട്. 9 years, ഓൾമോസ്റ്റ് 9 yearsൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ മൂത്ത മോന് ഇപ്പം 6th പഠിക്കുന്നു. അപ്പോൾ ഇളയാളിപ്പം KG പോലും ആയിട്ടില്ല. സോ അത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ ഐ തിങ്ക് ഇപ്പം എൻ്റെ ഫുൾ എന്താ പറയുക ഫോക്കസ് ഫാമിലിയിലേക്ക് വേണം എന്നൊരു തോന്നലിപ്പം, ഫോർ ദ ടൈം ബീങ് അറ്റ്ലീസ്റ്റ്. അപ്പം അത് കഴിഞ്ഞ ഞാൻ ചുമ്മാ രസത്തിന് വേണ്ടി ചോദിക്കുന്നത്, തെറ്റിദ്ധരിക്കല്ലേ? എപ്പോഴും ഈ ഫാമിലി നോക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ മാത്രം ഡ്യൂട്ടിയാണോ? ഇല്ലല്ല, ഫാമിലി സ്ത്രീകളുടെ മാത്രമല്ല ഡ്യൂട്ടി അല്ലല്ലോ. ഞാനും എപ്പോഴും സ്ത്രീകളായിരിക്കും പെട്ടെന്ന് വേണ്ടെന്ന് വെക്കുന്നത്. സ്ത്രീകളായിരിക്കും കൂടുതലും എപ്പോഴും പ്രൊഫഷൻ വേണ്ടെന്ന് വെക്കുന്നത് അല്ലേ? അതാ സാക്രിഫൈസ് ചെയ്യുന്നത്. റൈറ്റ് വേർഡ്. അതെന്താണത് രാഹുൽ പറയട്ടെ? ഇല്ല, ഞാനിപ്പം സ്ത്രീകൾ മാത്രമല്ല, ഞാനിപ്പം ഫാമിലിയിൽ എന്തൊക്കെ സഹായിക്കാമെന്നോ എല്ലാ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മള് എല്ലാ ഹെൽപ്പുകളും ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് എല്ലാ ഹെൽപ്പുകളും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചോദിച്ചു. പണ്ടില്ലായിരുന്നു. പണ്ട് അത് എല്ലാവരും അച്ഛനും അമ്മയും എല്ലാവരും അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പോയില്ലായിരുന്നു. അമ്മയുണ്ട്. ഇപ്പം അല്ല അമ്മയുണ്ടല്ലോ കൂടുതൽ സഹായിക്കാൻ. പോയില്ല. അല്ലെങ്കിലും ഭാര്യ സഹായിക്കുമ്പോൾ അമ്മ വഴക്ക് പറയൂ? അമ്മ വഴക്കൊന്നും പറയില്ല. അമ്മ തന്നെ എല്ലാ ഹെൽപ്പുകളും ചില അമ്മമാര് പറയില്ല, കണ്ടോ ഇവൻ ഞാനുണ്ടായിരുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല, ഭാര്യ വന്നപ്പോ. മുൻപും അമ്മയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ എപ്പോഴും പറയല്ലേ? അല്ല, ഇപ്പോഴൊന്നും പറയാം. ചില കാര്യത്തിൽ നമ്മൾ TV കണ്ടുകൊണ്ട് അതിങ്ങ് എടുക്കും കൊണ്ടുവരാനൊക്കെ പറയുമ്പോൾ. പക്ഷെ എന്താ പറയുക, കൂടുതലും എൻ്റെ സർവീസ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അതെല്ലാം അങ്ങനെ ഞാൻ നശിപ്പിച്ചു. ആദ്യം കുറെ നാൾ നമ്മൾ നശിപ്പിക്കും. കുറേ ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നല്ലേ? അപ്പോഴേക്കും ഇവരൊരു മടിയന്മാരായി കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ മടിയനാന്ന് എനിക്ക് ചുരുക്കം പറഞ്ഞാൽ മനസ്സിലായി. നമുക്ക് എല്ലാം സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് ഓരോന്ന് കിട്ടണം എന്നൊരു ആഗ്രഹം. പിന്നെ എന്നും പറഞ്ഞ് എല്ലാം അടിച്ചേൽപ്പിക്കുമല്ലോ. അല്ല, നമ്മൾ സഹായിക്കുന്നു. ഇപ്പൊ ഇളയ മോനും കൂടെ ആയപ്പോ സഹായിക്കുന്നുണ്ട്. ടൈം ഭയങ്കര കുറവാണ്. സ്കൂളിലൊക്കെ പോകാനായിട്ട് റെഡിയാക്കി കൊടുക്കും. മൂത്ത മോനെ കുറെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആണോ? പഠിപ്പിക്കാനും? പഠിപ്പിക്കതല്ല, ഇവിടെ തന്നെ. അതല്ല എൻ്റെ ഡ്യൂട്ടിയാണ്. അച്ഛൻ അതിനുള്ള ക്ഷമയില്ല പറയുന്നത് 101%. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്തോ അത്ര ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നത്? 6ാം ക്ലാസ്സിലാ. എന്ത് ഹെവി ലോഡാണ്. ഞാൻ ചോദിക്കുന്നതല്ല, മൂത്ത മോനെ റെഡിയാക്കി സ്കൂളിൽ വിടും എന്ന് പറഞ്ഞില്ലേ?
ഇപ്പൊ അവൻ തന്നെ ഇപ്പം മോൻ ചുരുക്കം പറഞ്ഞ പണിയില്ല, പണിയില്ല, വലിയ പണിയൊന്നും ഇല്ല. കൂടുതൽ എന്താ അറിയോ, ഷൂട്ട് കഴിഞ്ഞ് ലേറ്റ് നൈറ്റല്ലേ എത്തുന്നത്. പഠിപ്പിക്കാൻ ശരിക്കും ക്ഷമ വേണം അല്ലേ? ശരിക്കും അത് പൊതുവെ ആണുങ്ങൾക്ക് കുറവായിരിക്കും. കുറവാണ്. അടി കൊടുക്കും, ദേഷ്യപ്പെടും, ദേഷ്യക്കാരൻ. അല്ല മോനെ ഒരുപാട് നമ്മളവന് ഇല്ല, വളരെ കാമൻ ക്വയറ്റാണ് ആക്ച്വലി. സംസാരിക്കുന്നതന്നെ വളരെ കുറവാണ്. ഇപ്പൊ പറയുന്നത് എനിക്കങ്ങടെ നീ ഉണ്ടല്ലോ സംസാരിക്കാൻ, ഞാൻ കുറച്ച് ടോക്കറ്റീവാണ്. അപ്പൊ അതിന് എന്നെ അങ്ങനെ അതുകൊണ്ട് ഒരാൾ സംസാരിച്ചാൽ മതി എന്നാ പറയുന്നത്. കൂടുതൽ രണ്ടുപേരും കൂടെ വേണ്ടാന്ന് ചോദിച്ചിട്ടാണ് വിട്ടുകൊടുത്തേക്കാം. പിന്നെ അഭിനയം നിർത്തി ഇങ്ങോട്ട് പോയതിനു ശേഷം ഒട്ടും പുറത്തേക്കൊന്നും അങ്ങനെ കാണാറേ ഇല്ലായിരുന്നു. ഇല്ല, അതിന് കാര്യം എന്താ വെച്ചാൽ ഞാൻ ആക്ടിങ്ങിലേക്കുള്ള സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു താമസിച്ചത്. കല്യാണം കഴിഞ്ഞ് കൊല്ലത്തേക്ക് പോയി. അപ്പം അവിടെ പിന്നെ ഏട്ടനും അങ്ങനെ വലിയ സീരിയൽസിൽ എക്സ്പോസ്ഡ് അല്ലായിരുന്നു ആ സമയത്ത്. അപ്പം ആ കൊല്ലം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അങ്ങനെ വലിയ ഇതിലേക്കൊന്നും അങ്ങനെ ഇല്ല. പിന്നെ കുറേ അവിടെ തന്നെ അങ്ങ് സെറ്റിലായി. പിന്നെ മോൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായ സമയത്താണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു വന്നത്. അപ്പം ട്രിവാൻഡ്രത്ത് വന്നു, പിന്നെ മോൻ സ്കൂളായി, അങ്ങനെ എൻഗേജ്ഡ് ആയി. അങ്ങനെ വേറെ പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ കൂടി ഒരു ലൈം ലൈറ്റിലേക്ക് വന്നത് ഈ ഇടക്കാലത്താന്ന് തോന്നുന്നു അല്ലേ? ഇതിനു മുമ്പ് എന്തോ ചെയ്തോണ്ടിരുന്നത്? ബിസിനസ് ഉണ്ടായിരുന്നു കൊല്ലത്ത്, ഫുട്വെയറിന് ഷോപ്പ് ഉണ്ടായിരുന്നു, അതിലായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് ഫീൽഡിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് വന്നതാണ്. ഇപ്പൊ ബിസിനസ്സില്ലേ? ഇപ്പം ഇല്ല, അതൊക്കെ ക്ലോസ് ഡൗൺ ചെയ്തിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നത്. എന്നാലും ഈ പറയുന്ന പോലെ ഇത് നമുക്ക് അങ്ങനെ ഒരു സെക്യൂർഡ് അല്ലല്ലോ ഈ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ. അല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നും പറയാം. കുറേ വർഷം ഭയങ്കര ആംബിഷ്യസ് ആയി ഈ ഒരു കാര്യത്തിൽ. സോ ഒരു ട്രൈ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നത്. തിരിച്ചു വേണമെങ്കിൽ ബിസിനസ്സിലേക്ക് പോകാം ചാൻസസ്. അതേ ബിസിനസ് അല്ല, അതൊന്നല്ല. അപ്പോഴേതാണ് നമുക്ക് തോന്നുന്നത് നല്ല ബിസിനസ്. നിങ്ങൾ എങ്ങനെ പരിചയപ്പെടുന്നത്? ഞങ്ങൾ ഒരു സീരിയൽ നീലവസന്തം എന്ന് പറഞ്ഞൊരു സീരിയലിൽ GS മെഡിക്കൽ സാർ ചെയ്ത സീരിയലിലാണ് ഫസ്റ്റ് പരിചയപ്പെടുന്നത്. 3 ക്യാരക്ടേഴ്സേ ഉള്ളായിരുന്നു ആ സീരിയലിൽ. ഒരു സീരിയലെ ഒരുമിച്ച് അഭിനയിച്ചു. ആ ഒരു സീരിയലോടുകൂടി പ്രണയിപ്പിച്ചു ഇങ്ങനെയൊക്കെ പറയാം. ഫോഴ്സ് ചെയ്ത് പ്രണയിപ്പിക്കുകയായിരുന്നു. അങ്ങനെയൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ക്വയറ്റ് ആയിരുന്നു, കാമൻ ക്വയറ്റ്. അധികം അങ്ങനെ സംസാരിക്കില്ല. ലൊക്കേഷനിൽ വന്ന് പെൺകുട്ടികളെ അങ്ങനെ ഇല്ല, അതൊന്നും അല്ല കുഴപ്പം. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ആറ്റിറ്റ്യൂഡ്. കാമൻ ക്വയറ്റ് അല്ല, കാമൻ ക്വയറ്റ് അല്ല. കാമൻ ക്വയറ്റ് ആയിട്ട് ഒരിടത്തിരിക്കും. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പോലും ഉത്തരവൊക്കെ പറയാനായിട്ട് ഭയങ്കര ഭയങ്കര വിഷമമാണ്. ആ സമയത്ത് ഫസ്റ്റ് സീരിയലായിരുന്നു. കുറച്ചും കൂടെ പോപ്പുലർ ആയിട്ടാണ് വന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ നമ്മൾ അപ്പം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് നമ്മൾ കമാൻ ഫസ്റ്റ് സീരിയലായിരുന്നു. ബട്ട് അതല്ല, പക്ഷെ ഒരു ബേസിക് നേച്ചർ ഇങ്ങനെ അധികം സംസാരിക്കാത്ത ആളുടെ ഒരു നേച്ചറാണ്. സോ അങ്ങനെ മിണ്ടത്തില്ല. അപ്പോൾ ആക്ച്വലി ആദ്യത്തെ ഷെഡ്യൂളിൽ ഞങ്ങൾ കോവളത്തായിരുന്നു എൻ്റെ ഷൂട്ട്. ഫസ്റ്റ് എന്നെ ഇങ്ങനെ ഡയറക്ടർ പരിചയപ്പെടുത്തിയപ്പോൾ ജസ്റ്റ് അവർ ഹായ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒന്നും മിണ്ടല്ല. യൂഷ്വലി നമ്മളൊരു കോമ്പിനേഷനൊക്കെ ചെയ്യുമ്പോൾ അല്ലാതെയും കൂടെ ഇങ്ങനെ കുറേ വർത്താനൊക്കെ പറയില്ല, ഒന്നും പറയുന്നില്ല. വിചാരിച്ചതെന്താ ഇങ്ങനെ വിചാരിച്ചു. ആദ്യം വിചാരിച്ചു ഭയങ്കര ഹെഡ് ബീറ്റ് ആണെന്നാ ആദ്യം വിചാരിച്ചത്. അതങ്ങനെ അങ്ങനെ എല്ലാവരും വിചാരിച്ചു. അത് ആദ്യമേ കാണുന്നവരങ്ങനെ തോന്നും. അത് പരിചയപ്പെട്ട് കഴിയുമ്പോൾ കാര്യം ആരെയും അങ്ങോട്ട് ഹെഡ് ചെയ്ത് സംസാരിക്കില്ല. സോ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എനിക്ക്. അങ്ങനെ ആദ്യം ആരെയും അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കാത്തോണ്ട് ഒരിടത്ത് ഇരിക്കുന്നുണ്ട്, വേഷങ്ങളും പോകുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇഷ്ടം വന്നല്ലോ. എനിക്കത് ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞു. കുറച്ചു മുമ്പേ പറഞ്ഞത് ഇങ്ങനെ മിണ്ടൊന്നുമില്ല, പിന്നെ അത് ഇഷ്ടമായി തുടങ്ങി. പിന്നെ കുറെ സീൻസ് ഞങ്ങൾക്ക് കൂടുതൽ ആ ഫസ്റ്റ് ഷെഡ്യൂൾ ആക്ച്വലി ആ ഒരു 2 ദിവസം ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് അങ്ങനെ പോയി. പിന്നെ നെക്സ്റ്റ് ഷെഡ്യൂൾ കൊടൈക്കനാലിൽ വെച്ചിട്ടായിരുന്നു. അതിൻ്റെ ബാക്കി 4 എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട്. അന്ന് ഒരു 15 എപ്പിസോഡ് സീരിയൽസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് ഷൂട്ട് ചെയ്ത് തീർക്കുന്നതാണ്. അപ്പോൾ ഒരു മാസത്തോളം ഷൂട്ടിങ് അവിടെ തന്നെ ഉണ്ടായിരുന്നു കൊടൈക്കനാലിൽ. പിന്നെ ലവ് സ്റ്റോറി ആയിരുന്നു, പ്രണയിക്കുന്ന സീനുകളായിരുന്നു കൂടുതൽ. ഏട്ടൻ വരുന്ന ആ ക്ലൈമറ്റ് ഒക്കെ അതിനൊക്കെ പറ്റിയതായിരുന്നു. എന്നിട്ടും അവിടെയും ഈ പറയുന്ന മാതിരി റൊമാൻറ്റിക് അല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്? ഇല്ല
അല്ല ഇപ്പം ഒരുപാട് ഒരു സീൻസ് ഞങ്ങൾ രണ്ടോ കൂടുതലും സീൻസ് ഞങ്ങൾ രണ്ടും ആയിരുന്നു. അപ്പം പിന്നെ ഒരുപാട് സീൻസ് അന്നിങ്ങനെ അടുത്ത് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരു അട്രാക്ഷൻ ഉണ്ടായി, ഒരു അടുപ്പം ഉണ്ടായി. പിന്നെ ഈ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാറിൻ്റെ ഡയലോഗ്സിൽ തന്നെ ഉണ്ടായിരുന്നു. സാറ് ഇപ്പോൾ എഴുതി തരുന്നത് ഇനി സാർ അത് കണ്ടിട്ട് എഴുതിയാണോ എന്നോന്ന് അറിഞ്ഞൂടാ. ഇതിപ്പോൾ ഇന്ന് പറയണം ഇത് പറയണമെന്ന് ചോദിക്കുമ്പോൾ ആ സീനായിരിക്കും അന്ന് വരുന്നത്, ആ സീനിൻ്റെ ഡയലോഗ്സ് ആയിരിക്കും. നമുക്ക് കീർത്തിയോട് പറയാമെന്ന് വിചാരിക്കുന്ന ഡയലോഗായിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പൊ സൗകര്യമായി അറിയാം. സെക്കൻഡ് ഈ മറ്റേ കൊടൈക്കനാലിലെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴേക്കും ഏകദേശം ആളുടെ ക്യാരക്ടറൊക്കെ മനസ്സിലായി. ഇതിങ്ങനെ അതാണ് ബേസിക് നേച്ചർ എന്നുള്ളത് മനസ്സിലായി. പക്ഷെ വേറെ ഹെഡ് വെയിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അപ്പോൾ മനസ്സിലായി. അല്ല ഒരു കണക്കിന് ഒരാൾ പറയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഒരാൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഡയലോഗിൽ കൂടെ കിട്ടി. അല്ല ഞാൻ അങ്ങോട്ട് പറയേണ്ട കാര്യം തിരിച്ചിങ്ങോട്ട് പറയേണ്ട കാര്യങ്ങൾ രണ്ടു പേർക്കും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ. അറിയായിരുന്നോ സെറ്റില്? ആർക്കും അറിയില്ല. അത്ര ഓബ്വിയസ് ഒന്നും അല്ലായിരുന്നു. ഇങ്ങനെ മൊബൈലും ഒന്നും ഇല്ലല്ലോ ആ സമയത്ത്. മൊബൈൽ ഫോണും അങ്ങനത്തെ വേളോ ഒന്നുമില്ല. രാഹുലിന്റെ ഫസ്റ്റ് സീരിയലായിരുന്നു. എൻ്റെ ഫസ്റ്റ് സീരിയൽ ഫാദർ പടം ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് സീരിയൽ. നന്നായി. വേറെ വല്ല പെൺകുട്ടിയായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോഴും ഇതേ ഡയലോഗ് ആയിരിക്കും. വേറെ കുട്ടിയായിരുന്നു. ഇല്ല, വേറെ ആളെയാണ് സാർ. ആദ്യം ഇതിൽ ഉള്ള എല്ലാം ന്യൂ ഫേസസ് ആയിരുന്നു. ഇപ്പോൾ പണിക്കർ സാർ ആദ്യം ഇതിനകത്ത് എൻ്റെ ഒരു ബ്രദറിൻ്റെ ഒരു ക്യാരക്ടർ, പിന്നെ അറ്റൻഡ് ചെയ്ത റോള്, പിന്നെ എൻ്റെത്, അങ്ങനെ 3 പേരെയും ന്യൂ ഫേസസ് ഇടാനാണ് അവർ വിചാരിച്ചത്. ഇവരെ 2 പേരെയും കിട്ടി. എൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന കുട്ടി വേറെ ഏതോ ഒരു കുട്ടി ന്യൂ ഫേസിനെയായിരുന്നു അവർ എടുത്തത്. പിന്നെ എന്താ അറിയില്ല, ലാസ്റ്റ് മൊമെന്റ് ആ കുട്ടി മാറിപ്പോയി. ആൻഡ് അങ്ങനെ ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തു. അല്ല, നേരത്തെ കീർത്തി പറഞ്ഞു രാഹുൽ ഇങ്ങനെ വളരെ കാമൻ ക്വയറ്റായിരുന്നു, അങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. തിരിച്ച് കീർത്തിയോട് എന്തായിരുന്നു ഒരു ഇഷ്ടം തോന്നാനുള്ളൊരു കാരണം? എൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ കെയറിങ് ആയിരുന്നു കീർത്തി ആ സമയത്ത്. എൻ്റെ ഡ്രസ് കണ്ടിന്യൂറ്റി, കണ്ടിന്യൂറ്റി, ഇന്ന ഡ്രസ്സ് ഇന്ന മാച്ച് ഇല്ല, ഇതൊക്കെ എല്ലാവരുടെയും കാര്യമല്ല. ഞാൻ പൊതുവെ മെമ്മറി പവർ കൂടുതൽ ആ സമയത്ത്. ആ കെയറിങ് ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ ഇല്ല. അതെന്താ സംഭവം അറിയോ? അത് ആക്ച്വലി എൻ്റെ ബേസിക് നേച്ചറാണ് അത്. അപ്പം എല്ലാവരോടും അങ്ങനെയാണോ? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ചിലർ ഡൗട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കും, ഇതിന് മുമ്പ് ചെയ്ത ആ സീനിൽ ഞാൻ ഏത് ഇയറിംഗ് ആയിട്ട് എന്നൊക്കെ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. സോ അതെനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഓർത്ത് എനിക്കറിയില്ല എന്താന്ന്. അന്നൊരു ദിവസം ഒരു സീൻ എടുത്തോണ്ടിരിക്കുമ്പോൾ അടുത്ത ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് എടുക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സ് ഒരു 10 ദിവസമായി മുമ്പ് എടുത്തത്. പറഞ്ഞു ആ സീനിൽ ഈ ഡ്രസ്സല്ല ഇട്ടത്. ഇല്ല, അത് ഓർക്കാൻ കാര്യം കോമ്പിനേഷൻ സീനല്ലേ, അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അപ്പം അവർക്ക് പിന്നെ ഒരു ഡൗട്ട് ഇത് തന്നെയാണോ എന്ന്. പിന്നെ അവർ ഫുൾ എന്തോ വെച്ച് റെഫർ ചെയ്തെല്ലാം നോക്കിയപ്പം കറക്റ്റ് ആയിരുന്നു. സോ അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തു. ആ ഒരു കെയറിങ്, നമ്മൾ കെയർ ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുമല്ലോ. പിന്നെ അവിടെ വെച്ച് പനി ചോദിച്ചു, വീട്ടിലാണെങ്കിലും ഇനി എന്തെല്ലാം ഇതുപോലെ നമുക്ക് ശ്രദ്ധ കിട്ടും അല്ലേ? ഇല്ല, പിന്നെ അവിടെ വെച്ച് പനി വന്നു. പനി വന്നപ്പോഴും കെയറിങ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ മരുന്നൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഞാൻ വേണ്ട മരുന്ന്, ഞാനൊരു കോവർക്കർ എന്നുള്ള രീതിയിലാണ് ഞാനതൊക്കെ ചെയ്തത് കേട്ടോ. പക്ഷെ അതിങ്ങനെ ഞാനും പ്രതീക്ഷയില്ല. അമ്മയ്ക്കൊക്കെ അറിയാമോ? ഞാൻ ഇത് കഴിഞ്ഞ് ഈ ഷെഡ്യൂൾ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് അമ്മയുടെ കൂടെ കാര്യം പറഞ്ഞു. അല്ല, ഇടയ്ക്ക് അതിനോട് ഫോൺ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഫോൺ ചെയ്യുന്ന സമയത്ത് അമ്മ ചോദിച്ചായിരുന്നു എൻ്റെ കൂടെ ആരാണെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കൂടെ അഭിനയിച്ച് കുട്ടിയാണ്, എന്താ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അല്ല, അപ്പം ഞാൻ ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. ആരോ പറഞ്ഞു? ആണോ? അതൊക്കെ പറയാൻ അറിയാതെ. അതല്ല ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ട ചില വളരെ കുറച്ച് അത് വിഷയം അതിലൊരു കാര്യമായിരിക്കും. വളരെ അത്യാവശ്യമാണ്. ഐ ലവ് യു എന്ന് പറഞ്ഞു. ഓക്കെ, ഐ ലവ് യു എന്നൊന്നും പറഞ്ഞൊന്നുമില്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു. അത് അമ്മയിട്ടൊരിക്കലും അതുപോലെ ഒന്ന് പറഞ്ഞു. ഇങ്ങനെ അതും പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ 2 പേരും മാത്രമുള്ള ഒരു സീൻ ഇന്ന് കുന്നിൻ്റെ മുകളിൽ ഷൂട്ട് ചെയ്യുക, ബാക്കിയുള്ളവരൊക്കെ അങ്ങ് താഴെ വാലിയിൽ നിന്നിട്ട് അത് ഷൂട്ട് ചെയ്യണം. ആ സമയത്താണ് പറഞ്ഞത്. അപ്പോൾ ആരും എടുത്തില്ല. ആ ഷോട്ടിനിടയ്ക്ക് സ്വകാര്യമായിട്ട് കുന്നിന്റെ മുകളിൽ ഉറക്കെ വിളിച്ച് പറയായിരുന്നു, കീർത്തി ഐ ലവ് യു. അപ്പോൾ എല്ലാവരും സിനിമമാരി ഒരു എക്കോ ഒക്കെ കിട്ടുമല്ലോ അവിടെ. പിന്നെ അപ്പോൾ നമ്മൾ പക്ഷേ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നു. ഏകദേശമൊക്കെ ഒരു
75% മനസ്സിലായി. അല്ലേ? ആ, പിന്നെ ഈ ഒരു ഇല്ലെന്നൊക്കെ കാര്യം പറയണ വെയിറ്റിംഗ് വെയിറ്റിംഗിലായിരുന്നു. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു. പിന്നെ ഇതിപ്പോ എന്തിനാ എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയോ? നേരത്തെ പറയാഞ്ഞതായിരുന്നു. ഇതിപ്പോ കുറച്ചും ഇപ്പൊ കൂടെ ഇങ്ങനെ നേരത്തെ ഊന്നി പറയുന്നത് എന്തിനാണെന്നറിയോ? അപ്പൊ അച്ഛനും അമ്മയൊക്കെ കേൾക്കും. അപ്പം അന്ന് എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് റെക്ടിഫൈ ചെയ്യാലോ. സത്യമാണ്. അതെ അതെ, പ്രതീക്ഷിച്ചിരുന്നു ഞാൻ പറയണമെന്ന്. പക്ഷെ ഓരോ ദിവസം വരുമ്പോഴും ലൊക്കേഷനിൽ വരുമ്പോഴും രാവിലെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇന്ന് പറയുമെന്ന്. ഇതൊന്നും കേട്ട ആരും വിശ്വസിക്കത്തില്ല. പിന്നെ ഒരു ദിവസം എനിക്ക് മനസ്സിലായി പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുവാണെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ വലിച്ചു നീട്ടണ്ട, തീരാറുമായി, ഷെഡ്യൂളും തീരാറായി. ഇനി പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ലെന്ന്. അന്ന് ഈ മൊബൈലിന്റെ പരിപാടി വളരെ കുറവല്ല, എല്ലാം ലാൻഡ് ലൈൻ ആണല്ലോ. ഇപ്പൊ വിഷമം തോന്നുന്നുണ്ടല്ലേ? അന്ന് മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ. ഇല്ല, അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കാര്യം ഞങ്ങൾ മാക്സിമം ലാൻഡ് ലൈനെ യൂസ് ചെയ്തവരാണ്, മൊബൈൽ ഇല്ലെങ്കിൽ. കീർത്തി മാത്രമേ വീട്ടിലേക്ക് വിളിക്കുള്ളൂ, തിരിച്ച് വിളിക്കും. അമ്മ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ പ്രണയമൊക്കെ? ഇല്ല, അമ്മയ്ക്ക് ആക്ച്വലി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു. കാര്യം അമ്മ കുറച്ച് ഓർത്തഡോക്സ് ആണ്. പക്ഷെ എന്ത് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ബാരിയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ അത് അച്ഛനോട് സംസാരിച്ചപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ സാധാരണ വീട്ടിൽ അവർ അഡ്വൈസ് ചെയ്യും, സിനിമയിലൊക്കെ പോകുന്നൊക്കെ കൊള്ളാം, അവിടെയുള്ള പെണ്ണുങ്ങളുമായിട്ടൊന്നും ഉണ്ട്. പക്ഷെ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പ്ലാനിങ് ഒന്നും ഇല്ല. അങ്ങനെ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വളരെ ലിബറൽ ആയിരുന്നു. എൻ്റെ അമ്മ, ഞാൻ പറയില്ല, കുറച്ച് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ആരോട് ഇഷ്ടം തോന്നിയാലും കുഴപ്പമില്ല. അമ്മ ഒറ്റ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, കാസ്റ്റ് മാറരുത് പ്ലീസ്. അത് മാത്രം അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയും. വേറെ എല്ലാം ഞാൻ സഹിക്കാം, അത് മാത്രം പറ്റില്ല. അത് എന്താ അറിയില്ല, അമ്മ ആ ഒരു കാര്യത്തിൽ കുറച്ച് ഓർത്തഡോക്സ് ആയിരുന്നു. പക്ഷെ അത് നോക്കിയപ്പോൾ ആ ഒരു കാര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ബിസിനസ് നിർത്തിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? നമ്മൾ എങ്ങനെ പ്രൊഫഷണൽ ഒരു ഇത് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇതാണോ എന്ന് തോന്നില്ല. ഒരാളുടെ ഇഷ്ടം, ഓഫ് കോഴ്സ് നമ്മളുടെ പാർട്ട്ണറുടെ ഇഷ്ടം നമ്മൾ കൺസിഡർ ചെയ്യണം. സെയിം ടൈം നമുക്കൊരു ഇതെങ്ങനെയാണ്, നമുക്ക് അവസരങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ ഇത് വെച്ച് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതിലേക്ക് ആദ്യം വരണം, ഇതിലേക്ക് ഇങ്ങനെ പൂർണ്ണമായിട്ടും ഇതിൽ നിൽക്കാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും ആഗ്രഹിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് വിചാരിച്ചു. അത് എനിക്ക് തോന്നുന്നു ഈ പേരൻസിനൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇവരുടെ സപ്പോർട്ടുണ്ട്, ഒരു ടെൻഷൻ ഇല്ല. അക്കാര്യത്തിന് ഏട്ടൻ്റെ പേരൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആകട്ടോ. അക്കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇൻഫാക്ട് എൻ്റെ മദറിലെ എൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ പ്രപ്പോസൽ ഇങ്ങനെ വന്നു, ഏട്ടൻ ഇങ്ങനെ അമ്മയുടെ അടുത്ത് എൻ്റെ കാര്യം പറയുമ്പോഴേ അമ്മ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാനാ കൂടെ അഭിനയിക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു പണ്ട് സീരിയലൊക്കെ കണ്ടിട്ടുണ്ട് ഒക്കെ പറഞ്ഞിട്ട് ഇതിന് മുമ്പേ ജസ്റ്റ് അമ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വീട്ടിൽ വിളിക്കുമ്പോൾ ലാൻഡ് ലൈൻ അല്ലേ, അപ്പോൾ അമ്മയായിരിക്കും ചിലപ്പോൾ ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഒരു കൊളീഗ് എന്നുള്ള നിലയ്ക്ക് അമ്മ സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം മാനേജ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരാറില്ല? ഇങ്ങനെ ഫുൾ ബിസി ആയിരിക്കുന്ന ഫുൾ ബിസി ആവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മോൻ്റെ സ്കൂൾ അടുത്തായതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ അങ്ങ് പോകും ഏട്ടനില്ലെങ്കിൽ. പിന്നെ നേരത്തെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് അങ്ങ് വെച്ചേക്കും, ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ. അപ്പം പിന്നെ എനിക്ക് അങ്ങനെ ഒരു വേർഡിനില്ല. ഉള്ള സമയത്ത് കുക്ക് ചെയ്യോ? നന്നായിട്ട് കുക്ക് ചെയ്യും. എന്താണ് ഇഷ്ടമല്ലാത്ത സ്വഭാവം? എൻ്റെ ഇഷ്ടമില്ലാത്ത സ്വഭാവം അതേ ഉള്ളൂ എന്നായിരിക്കും ചിരിച്ചതിൻ്റെ അർത്ഥം. ഇല്ല അങ്ങനെയൊന്നുമില്ല. പിന്നെ അത് വെറുതെ ഡിപ്ലോമാറ്റിക് ആൻസർ ആയിരുന്നു. ഞാൻ അതിൻ്റെ ആൻസർ പറയാം. എൻ്റെ ഇഷ്ടമില്ലാത്താണെങ്കിലാണെന്ന് പറയാം. ഇല്ല, ഞാൻ ചില കാര്യങ്ങൾക്ക് വേഗം അപ്സെറ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് ഞാൻ മിണ്ടാൻ നടക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഏട്ടനെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറ്റില്ല, അങ്ങനെ എടുത്തടിച്ച് പറയുകയും ചെയ്യും. അത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആവും. അപ്സെറ്റ് ആയി പിന്നെ ഞാൻ കുറേ നേരം മിണ്ടാതെ നടക്കും. അത് ഭയങ്കര ദേഷ്യമാണ്. ഒരു സ്വഭാവത്തിൽ അതങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെടാതെ വരും. ഒരാൾക്ക് 100% കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു നെഗറ്റീവ് ആസ്പെക്ട് അത്രേ ഉള്ളൂ. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. അത് വളരെ ജെന്യൂൻ. ദേഷ്യം വരുമോ? രാഹുലിന് ദേഷ്യം വരില്ല എന്ന് കീർത്തി പറഞ്ഞു. വരും, പണ്ടായിരുന്നു വരാത്ത, ഇപ്പം വരും. ആണോ? അത് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പുറത്ത് പോകണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ റെഡിയായി ഫ്രണ്ട്സായിട്ട് അവിടെ പോകാനായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് പറയും. അപ്പോഴും പറയും ഇപ്പം പോകാൻ പറ്റില്ല എന്ന് പറയും. അത് സോഫ്റ്റ് ആയിട്ടും പറയാമല്ലോ, കീർത്തി എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് പോവാ, നിന്നെ ഞാൻ ആളെ കൊണ്ടേ പോരെ എന്നും ചോദിക്കാമല്ലോ. അത് ഞാൻ പറയുമ്പോൾ പറയുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ ആ പോകുന്നതിന്റെ കാര്യത്തിന്റെ ഇതുപോലെ ഇരിക്കും. അപ്പൊ
ചിലപ്പോൾ അതിൻ്റെ ടെൻഷനിലായിരിക്കും ചിലപ്പോൾ ഈ പറയുന്നത്. ഞാൻ മിണ്ടാതെ നടക്കുന്നില്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അതാണ് വിജയം. റിയാക്ട് ചെയ്യത്തില്ല. അത് നല്ലതാണ്. അല്ല, അത് ബുദ്ധിമതിയായ ഒരാളുടെ കഴിവാണ്. റിയാക്ട് അതാ ചെയ്യാതെ ഞാൻ പറയണത്. റിയാക്ട് ചെയ്ത് അപ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യാതെ ഇങ്ങനെ നടക്കും. അല്ല, പലപ്പോഴും സൈലൻസ് ഒരു വലിയ ആയുധമാണ്. അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ വന്ന ഇടയ്ക്കൊക്കെ എനിക്ക് അത്ര അറിയില്ലല്ലോ ആളിനെ. അപ്പം ഞങ്ങളുടെ ഈ സീരിയൽ കഴിഞ്ഞ് 3 months കഴിഞ്ഞപ്പോഴേക്കും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മുടെ പോസിറ്റീവും നല്ല നല്ല കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്നൊരു പീരീഡാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ഒന്നും പുറത്തേക്ക് അറിയില്ലല്ലോ ആരുടെയും. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലെ എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ റിയാക്ഷൻ വളരെ വിയേർഡാണ്. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ മിണ്ടായിരിക്കുന്ന നല്ലതെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നോക്കിയപ്പം അത് വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ മിണ്ടാണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഞാനത് ഇടയ്ക്ക് പറയാറുണ്ട്, നിന്റെ വിജയം നീ മിണ്ടാതിരിക്കും. അപ്പം അല്ലേ മുമ്പ് ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നീ ഇന്ന് റിയാക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. വഴക്ക് കൂടാനെങ്കിലും വഴക്ക് കൂടി കഴിഞ്ഞാൽ പിന്നെ അതിന് പോകണം, ഞാൻ പോകണം, ഇന്ന് പോകണം, അത് പോയില്ല. അപ്പോൾ വാശിക്ക് പോകാതിരിക്കും, ഇത് മിണ്ടാതിരിക്കാൻ നമ്മൾ അവിടെ പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കാം, എന്തായാലും പറഞ്ഞില്ലേ കൊണ്ടുപോകാം, ഇല്ല അതുമല്ല വന്നിട്ട് കൊണ്ടുപോകും. ഇല്ല ഇപ്പൊ ആദ്യം പോകണ്ടെന്ന് പറഞ്ഞ ആയുധം കയ്യിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇത് തോന്നും, അയ്യോ കഷ്ടം ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. അപ്പൊ തിരിച്ചു വന്നിട്ട് പറയാം ബാ ഒരുങ്ങി പോവാം. അപ്പൊ ഞാൻ പറയും ഞാൻ പോകുന്നില്ല, അപ്പൊ ഞാൻ പോവില്ല. നല്ല അച്ഛനാണോ? നല്ല അച്ഛൻ നല്ല ഒരു ഹസ്ബൻഡാണ്, നല്ലൊരു അച്ഛൻ ആണ്. കാര്യം ഞാൻ പറയും മിക്ക ഫാമിലീസിലും പേരൻസ് രണ്ടുപേരും കൂടെ ആയിരിക്കും കുട്ടികളുടെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പഠിത്തം ഫുൾ ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത് മോൻ്റെ കാര്യം. അപ്പോൾ ഞാൻ പറയും ഇടയ്ക്കൊന്ന് അതിൻ്റെ അടുത്ത് ചോദിക്കെങ്കിലും ചെയ്യാം, മോൻ്റെ അടുത്ത് പഠിത്തം എങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അത് നീ 101% നന്നായിട്ട് ചെയ്യുന്നുണ്ട്, 10% അതിനെനിക്ക് ഫുൾ മാർക്സാണ് ആ കാര്യത്തിൽ, അത് നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ ഇനി ഞാനും കൂടെ അതിലേക്ക് കയറി എല്ലാം കൂടെ കൊളാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു പരാതിയുണ്ട്, അതിലേക്ക് ഇൻവോൾവ് ആവുന്നില്ല പഠിത്തത്തിലേക്ക്. മോൻ്റെ പഠിത്തം ശ്രദ്ധിക്കും. ഇനി മുതൽ അതൊന്ന് കൺസിഡർ ചെയ്യും. പറഞ്ഞു അതൊരു തന്നെ രക്ഷപ്പെടലാണ്. അങ്ങനെ തന്നെ അത് പോകുന്നില്ലേ നല്ലത്. മോന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ പോകണല്ലേ. ഇല്ല പക്ഷെ ഇപ്പൊ മോൻ യൂസ്ഡ് ആയി എൻ്റെ അതിൽ. അപ്പൊ ഇടയ്ക്ക് ഒരു ദിവസം എപ്പോഴെങ്കിലും ഞാൻ കുറച്ച് ബിസി ആകുമ്പോൾ ഞാൻ പറയും മോൻ അച്ഛൻ്റെ അടുത്ത് എന്ന് പറയാം, എന്തെങ്കിലും പഠിച്ച മോൻ ക്വസ്റ്റ്യൻ ചോദിക്കാം അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇപ്പം ടൈമില്ല, ഞാൻ കുക്ക് ചെയ്യുക എന്തെങ്കിലും ആയിരിക്കും. ഞാൻ പറയും അച്ഛൻ അവിടെ ഇരിക്കുന്നത്, അച്ഛൻ്റെ അടുത്ത് എന്ന് പറയാം. അച്ഛൻ വെറുതെ TV കണ്ടോണ്ടിരിക്കും, അച്ഛൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഉടനെ ഇവൻ പറയും വേണ്ട, എന്താ വെച്ചാൽ എന്താ അതെ ഒരു വേർഡ് തെറ്റിയ അച്ഛൻ ഉടനെ ചീത്ത പറയാൻ തുടങ്ങി. അതിൽ നിന്ന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഏട്ടൻ ഉടനെ ദേഷ്യപ്പെടും. അതുകൊണ്ട് വേണ്ട അമ്മ ഫ്രീ ആവുമ്പോൾ ചോദിച്ചാൽ മതി. മോൻ ട്യൂണായിരിക്കണം അപ്പം എൻ്റെ ഒരു രീതിയിൽ. പിന്നെ ആ ഒരു ഫ്രീക്വൻസി ഇനി മാറ്റണ്ടെന്ന് വിചാരിച്ചു. ഭക്ഷണപ്രിയനാണോ? യെസ് ആണോ? അപ്പോൾ അതിനുവേണ്ടി കീർത്തി കിച്ചണിൽ നിൽക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യൊന്നുമില്ല? ചെയ്യും. സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം അതാ പറഞ്ഞു നല്ല ഹസ്ബൻഡാന്ന് പറഞ്ഞു. അത് ഞാൻ നേരത്തെ സാധാരണയുള്ള ഹസ്ബൻഡ്സിൻ്റെ അങ്ങനത്തെ യൂഷ്വലി എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഒരു ഹസ്ബൻഡ്, അങ്ങനെയുള്ള ഒന്നും. അതുകൊണ്ട് എനിക്ക് ആ കാമൻ ക്വയറ്റ് നേച്ചർ ഒരു പരിധി വരെ ഹെൽപ്ഫുൾ ആണ്. സന്തോഷം, നന്നായിട്ട് ജീവിക്കുന്നു എന്ന് മനസ്സിലായി. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ.